എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ എന്താണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് എന്താണ് VHSC എന്നുള്ളത്. അപ്പോൾ VHSC എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നാണ്. അതായത് നിങ്ങൾ സാധാരണ ഹയർ സെക്കൻഡറി കോഴ്സ് പോലെ തന്നെയുള്ള കോഴ്സാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഉണ്ടാവുക. എന്നാൽ ആ ഒരു കോഴ്സിൻ്റെ കൂടെ അതായത് ഒരു എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ള സംരംഭകത്വ വികസനം എന്നുള്ളൊരു സബ്ജക്റ്റും അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു വൊക്കേഷണൽ കോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പ്രത്യേകത. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ടാവുന്നതായിരിക്കും. എന്നാൽ പല സ്ഥലങ്ങളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ എണ്ണം കുറവായിരിക്കും. ഹയർ സെക്കൻഡറി സ്കൂളുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. നിങ്ങളുടെ നാട്ടിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ലോഗിൻ ചെയ്യാനുള്ള പേജാണ്. അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള പേജിൽ ജസ്റ്റ് ഒന്ന് ആ പേജിൽ നിന്ന് ലോഡായിട്ട് വരാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു പേജ് ലോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ജസ്റ്റ് ആ ഒരു പേജ് ലോഡായിട്ടില്ല. അപ്പോൾ ഈ ഒരു പേജ് ഇപ്പോൾ ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ ലോഗിൻ എന്നുള്ള ഭാഗത്ത് യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് അതുപോലെ തന്നെ ഈ ഒരു പ്ലീസ് ഫിൽ ദ ടെക്സ്റ്റ് ഫീൽഡ് ആസ് ഷോൺ ഇൻ ദ ഇമേജ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഇതെന്താണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണ് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടാണ്. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ ഇത് VHSCയുടെ ആപ്ലിക്കേഷനിൽ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറാണ് ഇവിടെ യൂസർ നെയിമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു യൂസർ നെയിം നിങ്ങൾക്ക് ഏതാണ് എന്ന് അറിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്ര മാത്രമാണ്. അതായത് VHSCയുടെ ആപ്ലിക്കേഷൻ നൽകിയ സമയത്ത് നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിലൊരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ട യൂസർ നെയിം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും. എന്നാൽ VHSCയിൽ അത് മൊബൈൽ നമ്പറാണ് യൂസർ നെയിമായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു യൂസർ നെയിം എന്ന് പറയുന്നത് VHSC വെബ്സൈറ്റിൽ അത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന് താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അത് ഇംഗ്ലീഷ് അക്ഷരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കൊടുത്തത് കാണാം. ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ ഇവിടെയുള്ള ആ ഒരു റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് അത് കൃത്യമായിട്ട് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മനസ്സിലാവുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് നിർത്താവുന്നതും അതിനുശേഷം ആ ഒരു ഇവിടെ എന്താണ് ഇംഗ്ലീഷ് അക്ഷരം കാണുന്നത് അതായത് ഇവിടെ TTWCF എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അത് ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു ചെറിയ സ്മോൾ ലെറ്റർ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സ്മോൾ ലെറ്റർ തന്നെ അവിടെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് കിട്ടാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ യൂസർ നെയിമായിട്ട് കൊടുക്കുന്ന മൊബൈൽ നമ്പർ നിങ്ങൾ ഈ ഒരു VHSCയുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. അല്ലാതെ മറ്റേതെങ്കിലും മൊബൈൽ നമ്പർ പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ ചെയ്യാണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ VHSCയുടെ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ലഭിച്ച പ്രിൻ്റ് ഔട്ടിൽ ഏത് മൊബൈൽ നമ്പറാണോ ഉള്ളത് ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ കാണുന്നത് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ ചേഞ്ചസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ഫസ്റ്റ് അല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാം കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത് എത്രാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയതെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ സോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്
കിട്ടിയ വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അവിടെ മറ്റൊരു ലിങ്ക് കൂടി കാണാൻ പറ്റും. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷനാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള ഓപ്ഷനുകൾ, അതായത് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കാൻ വേണ്ടി ബാക്കിയുള്ള ഓപ്ഷനുകൾ ഏതൊക്കെയാണ് അതിൻ്റെയൊക്കെ നിങ്ങളുടെ റാങ്കും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് ഏറ്റവും ലാസ്റ്റ് അഡ്മിഷൻ ലഭിച്ച അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ആ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപ് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ കോഴ്സിലേക്ക് പോയിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനും, രണ്ടാമത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജൂൺ 11-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. ഇല്ല എങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടത്. അതേസമയം രണ്ടാമത്തെയോ മറ്റേതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അതല്ല പെർമനൻറ്റ് അഡ്മിഷൻ വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷനുകൾ എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനാണ്. അപ്പോൾ 5ാമത്തെ ഓപ്ഷനിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിലെ ആ ഒരു സ്കൂളിൽ തന്നെ തുടരാവുന്നതാണ്, ടെമ്പററി അഡ്മിഷനിൽ തന്നെ തുടരാവുന്നതാണ്. അതേസമയം ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ അഡ്മിഷൻ ഇങ്ങോട്ടേക്ക് മാറുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നിലവിലെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ പുതിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതേസമയം നിലവിലെ സ്കൂളിൽ തന്നെ മറ്റൊരു ഓപ്ഷനിലേക്കാണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടി ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ അല്ല 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, എന്നാൽ നിങ്ങൾ അവിടെ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുള്ളത്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിലേക്ക് ആ ഒരു പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയതെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്ട്രാ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടി സ്കൂളിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു ഓപ്ഷനിലേക്ക് അഡ്മിഷൻ മാറാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ മറ്റൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ മറ്റ് എല്ലാവിധ അതായത് PTA ഫണ്ട്, PTA ഡൊണേഷൻ എന്നിവയൊക്കെ തിരിച്ചു കിട്ടും. അഡ്മിഷൻ ഫീസ് തിരിച്ചു കിട്ടില്ല. അതിന് പകരം നിങ്ങൾ പുതുതായിട്ട് അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ നിന്നും നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് അഡ്മിഷൻ ആ ഒരു ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് വരുന്ന എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ മാത്രം അടച്ചാൽ മതിയാകും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും എവിടെയാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ ജൂൺ 11-ാം തീയതി വൈകുന്നേരം 4 മണിക്കാവും അഡ്മിഷൻ നേടേണ്ടതാണ്. വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് സ്ഥിരം അതായത് പെർമനൻറ്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പെർമനൻ്റ് ടെമ്പററി അഡ്മിഷൻ നേടിയവർക്ക് വേണമെങ്കിൽ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യണമെങ്കിൽ അതായത് സ്ഥിരപ്രവേശനം നേടണമെന്നുണ്ടെങ്കിൽ സ്ഥിരപ്രവേശനം നേടാനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. അതിനായിട്ട് നിങ്ങൾ ഫീസും എടുത്തുകൊണ്ട് സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടിയാൽ മതി. അതായത് ആ ഒരു ടെമ്പററി അഡ്മിഷനെ പെർമനൻറ്റ് അഡ്മിഷൻ ആക്കിയാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.